അസ്സലാമലൈക്കും. അപ്പം ഞമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടി അരി കഴുകുക. ബസ്മതി അരിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല പാങ്ങിൽ 2 പ്രാവശ്യം ഇത് കഴുകിയെടുക്കാം. നമുക്ക് കഴുകി അരി നമുക്ക് ഒരു 5 മിനിറ്റ് വരെ അതവിടെ മാറ്റി വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇട്ടുകൊടുക്കാം. ഏലക്ക, കറാമ്പ് അതെല്ലാം ഇട്ടുകൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു കണ്ടും ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ കഴുകി വെച്ച അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഫുള്ള് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചിക്കൻ ചെറുതായി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി അരച്ചിട്ടാണ് ഉള്ളത്. പേസ്റ്റ് വാങ്ങാൻ കിട്ടും. അതിലേക്ക് നമുക്ക് സോയാ സോസും ഇച്ചിരി ഉപ്പും ഇട്ട് പിന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് 5 മിനിറ്റ് വെക്കാം. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. നന്ന ഇതാകാൻ നിൽക്കണ്ട, ഉടയാൻ നിൽക്കണ്ട. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഇടാം. ചിക്കൻ ഇതായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കന് മുകളിൽ പുരട്ടിയിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ആ പാനിൽ തന്നെ 3 മുട്ടയും ഇച്ചിരി സോയാ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പാങ്ങിൽ മിക്സാക്കി എടുക്കാം. വറുത്ത മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, ബീൻസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് മിക്സാക്കാം. വഴറ്റിയെടുക്കാം നമുക്ക് നല്ല പാങ്ങിൽ. ഇതിലേക്ക് കുറച്ച് മുട്ടയും കുറച്ച് ചിക്കനും ഇട്ട് നന്നായി ഇളക്കാം. നമുക്ക് കുറച്ചായിട്ട് ചോറിടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി മുട്ടയും ചിക്കനും നമുക്ക് ഇട്ടുകൊടുക്കാം. ബീൻസും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് കുത്തി വെക്കാം. കുറച്ച് സമയം കുത്തി വെക്കാം.